ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വാക്ക് പാലിച്ച പോലെ രണ്ടാമത്തെ ആഴ്ച ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ, സൺഡേ വീഡിയോ ഓർണമെൻറ്റ്സിൻ്റെ ആക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരാഴ്ച കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഫോണിന് അനക്കം വന്നൊരാഴ്ച എന്ന് പറയാം കേട്ടോ. കാരണം എൻ്റെ അശ്രദ്ധ മൂലമാണ് ആൾക്കാർ ശ്രദ്ധിക്കാത്തതും കാണാത്തതും ഒക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാലും ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ കുറേ നല്ല റെസ്പോൺസുകൾ എനിക്ക് കിട്ടിയിരുന്നു. അപ്പം ഓർഡർ ചെയ്ത് വാങ്ങിച്ചവർക്കും എൻക്വയറി ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ആഴ്ചയാണ് വീഡിയോ ഇടാൻ പോകുന്നത്. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു രണ്ടാഴ്ചയായിട്ട് വെഡ്ഡിങ് സീസൺ പർച്ചേസിൻ്റെ ബൾക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ കുറേ സംഭവങ്ങൾ കുറേ പേര് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ സിംഗിൾ പീസായിട്ട് ബാക്കിയിരിക്കുന്നുണ്ട് ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുക. കുറച്ച് പേര് എന്നോട് ഈ ആഴ്ച ചോദിച്ചു ഡിസ്കൗണ്ട് സെയിലൊക്കെ എന്താ ഇപ്പോൾ വെക്കാത്തത്. ഞാൻ ഓർത്ത് കുറച്ച് നാളായി ഡിസ്കൗണ്ട് സെയിലൊക്കെ വെച്ചിട്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇന്ന് സെലക്റ്റഡ് ഐറ്റംസ് ആണ് കേട്ടോ, എല്ലാം ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ബൾക്കിൽ വന്ന കുറച്ച് സിംഗിൾ പീസസ് ഉണ്ട്, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നെക്ലസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കല്യാണ സീസണാണ്. ഇനി ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് കല്യാണ സീസണാണ്. ഹിന്ദുസിനായാലും ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും. ഞാൻ വിചാരിച്ചു നെക്ലസ്സുകൾ കാണിക്കാവുന്ന. ആദ്യം തന്നെ നമുക്ക് റൂബി വൈറ്റും നവരത്നവും ഒക്കെ കാണാം. ബ്ലാക്ക്, കുറേ പേർക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു കുറച്ചധികം നെക്ലസ്സുകൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്ന നെക്ലസ് ഇതാണ് കേട്ടോ. നല്ല ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ്. ഇതിനിങ്ങനെ ഒരു ഡ്രോപ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇത് മാറ്റി കുഞ്ഞ് സ്റ്റഡുകൾ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഡ്രോപ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എനിക്ക് വേറെ ഇത് കമ്മൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാതിരിക്കേണ്ട. വൈറ്റ് സ്റ്റോണിൻ്റെ ആയാലും ബ്ലാക്ക് സ്റ്റോണിൻ്റെ ആയാലും ഇങ്ങനെയൊക്കെ കമ്മലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മാല സിംഗിൾ പീസായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം. പിന്നെ നമ്മുടെ പട്ടുസാരിയുടെ ഒക്കെ കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ ഒരു സാരി മാല എന്ന് പറയാമല്ലേ മമ്മി? നല്ല ഒരു വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ മറ്റേ ലെങ്ത്തിൽ ചെയിൻ ഒക്കെ. ഇതിപ്പോൾ നമ്മൾ വട്ടക്കണ്ണി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് മറ്റേ എന്തോ ഒരു പരസ്പരം എന്തൊക്കെയോ മമ്മി പറയൂടെ, മറ്റേ സരിതയോ സവിതയോ ഉർവശി ആ സംഭവമൊക്കെ വെച്ച് തരും. ഇതൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്കത് ചെയ്തു തരാം. ഒരുവിധം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്റ്റോണും വൈറ്റ് ഗ്രീന്, അതായത് മൾട്ടി കളർ നെക്ലസ് ആണ് കേട്ടോ. ശരിക്കും സാരിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയാണ്. കൂടുതലും സാരിയുടെ കൂടെയാണ് ഇഷ്ടം. എൻ്റെ കഴുത്തിന് വണ്ണമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നണത്. ഇതാണോ ഇങ്ങനെ കിടക്കണം. ഇതിനതാണ് കുറച്ചുകൂടി ഭംഗി. വലിയ ലോക്കറ്റ് ആയതുകൊണ്ട് ചെയിൻ എക്സ്ട്രാ കുഴപ്പമില്ല. മറ്റേ ഉറുശി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് വരും. കാരണം അതും ഇപ്പം നല്ല ഹെവി ആയിട്ട് ഗോൾഡ് മാല പോലെ വരുന്നതല്ലേ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. അപ്പം അത് ഒരു മാല. പിന്നെയും ഒരു ബ്ലാക്ക് മാലയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഇതൊക്കെ സിംഗിൾ പീസായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അതെ, കുഞ്ഞു മാലയാണ്. ഇതൊക്കെ വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് പീസായിട്ട് വന്നിരുന്നതാണ്. പിന്നെ ബ്ലാക്ക് മാത്രമുള്ള, അതായത് ഗോൾഡ് ഒന്നും ഇല്ലാണ്ട് വേറൊരു മിക്സും ഇല്ല, ഫുൾ ബ്ലാക്കാണ്. അതിൻ്റെ ഒരു കുഞ്ഞു ഡ്രോപ്സ് കേട്ടോ, കുഞ്ഞു ഡ്രോപ്സ് ബാക്ക് എങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ചിലർക്ക് ഗോൾഡായിട്ട് തന്നെ തോന്നണമെന്നൊക്കെ പറയുന്നവർക്ക് ബ്ലാക്ക് സ്റ്റഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് പറ്റിയ ബ്ലാക്ക് സ്റ്റഡ് ഞാനിന്ന് ചെവിയിലിട്ടിട്ടുണ്ട്. ഇത് വേണ്ടെന്നുള്ളൊരു കേട്ടോ, ഇന്നത്തെ എക്സ്ചേഞ്ച് ഓഫറിൽ എടുത്താണ് ഞാൻ. എന്താണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ലെങ്കിലൊരു സമാധാനമില്ല. അപ്പോൾ ഇതൊരു ബ്ലാക്ക് സെറ്റ്. ഇത് നമ്മുടെ ഡിസ്കൗണ്ട് സെയിലുള്ള ഒരു മാലയാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. കണ്ടുവച്ചല്ലോ അല്ലേ, ഇതാണ് സംഭവം. സ്ക്രീൻഷോട്ട് ഒരു ഐഡിയ ചിലത് ബ്ലറാകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ പിന്നെയും ചോദിക്കും ഒന്നും കൂടെ എടുത്തൊന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിക്കും. ചിലർ എനിക്ക് ഈ ഒരാഴ്ച ഞാൻ ഫേസ് ചെയ്തൊരു വേറൊരു ബുദ്ധിമുട്ടാണ്. അതേ സിമ്പിളാന്ന് പറഞ്ഞ ആ സമയത്തെ വള അത് പറയുമ്പം എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരു 1 വീക്ക് ഗ്യാപ്പ് വന്നു. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഇരുന്ന് കാണുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ടൈം പറഞ്ഞാൽ പോലും എനിക്ക് പിന്നെ ആ സമയം മാത്രം എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ശരിക്കും 36 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ്. അത് മൊത്തം കാണാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല എനിക്ക്. ദേ ഇനി അടുത്തതും ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അതെ ഹാർട്ടിൽ വരുന്ന ഒരു ബ്ലാക്ക് ആണ്. ദേ ഇപ്പം സ്റ്റോൺ അധികം വേണ്ട, ഗോൾഡിൻ്റെ സംഭവമാണ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഹാർട്ട് കമ്മൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ സ്റ്റഡ് എടുക്കാം, അങ്ങനെയൊക്കെ. പിന്നെ നല്ലൊരു റെയർ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് എന്ത് കളർ എന്ന് പറയാം? ഇത് റെഡ് അല്ലേ, ഇതിന് വേറൊരു കളറുണ്ട്. ഇതല്ല കേട്ടോ, ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് നമുക്കുണ്ട്. ഇത് നെക്ലസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കഴുത്തോട് ചേർന്നിരിക്കണം കേട്ടോ. ഇത് അധികം വിലയില്ലാത്തത്, എഡി സ്റ്റോൺ അല്ലാതെ. ഇത് എഡി സ്റ്റോൺ അല്ലാത്തത് കൊണ്ടും പിന്നെ ഇതൊരു ലാസ്റ്റ് പീസ് ഇതാണ് കേട്ടോ. മമ്മി പറഞ്ഞ ആ ചെയിൻ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന ചെയിൻ ഇതാണ്. അപ്പോൾ ഭംഗിയിലതേ കണ്ട ഇങ്ങനെ കിടക്കും. എൻ്റെ കഴുത്ത് വണ്ണമുള്ള കഴുത്താണ്, എന്നാലും അത് ഫുൾ കവറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിലർ പറയും വെച്ച് കാണിക്കാവോ എന്ന്, പക്ഷേ പരിമിതമായ സമയത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ എനിക്ക് പറ്റില്ല. അപ്പോൾ ദേ വലിയ ബോക്സ് നിറച്ചുണ്ടായിരുന്ന ഒരു ഗ്രീൻ നെക്ലസ് ആണ് കേട്ടോ, അത് കഴിഞ്ഞു. അപ്പോൾ ഇതും നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ വെച്ചിരിക്കുന്ന ഒരു മാലയാണ്. ഇപ്പോൾ ഗ്രീൻ സാരി അല്ലെങ്കിൽ ഗ്രീൻ ലെഹങ്കയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മാലയാണ്. ഗ്രീൻ സ്റ്റഡും ഉണ്ട് കേട്ടോ. ഇനിയിപ്പം കമ്മലില്ലാത്തതിൻ്റെ പേരിൽ വാങ്ങിക്കാതിരിക്കണ്ട, ഇതിനൊരു ഗ്രീൻ സ്റ്റഡ്. വളകളും ഉണ്ട്, സ്പ്ലിറ്റ് ബാംഗിൾസ് ഇഷ്ടം പോലെ. ഗ്രീൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട സംഭവം തന്നെ സ്പ്ലിറ്റ്, അതാകുമ്പോൾ ഏത് സൈസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ട് സെയിലുള്ള മാലയാണ് കേട്ടോ. ഞാനിപ്പോൾ ഏതൊക്കെയാണോ ഡിസ്കൗണ്ട് വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ദേ അടുത്തതേ ഗ്രീൻ, നല്ല അടിപൊളി ഗ്രീനാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. നല്ലൊരു നെക്ലസ് ആണ് കേട്ടോ. അത് ഞാൻ വെച്ച് കാണിച്ചു തരാം. കണ്ടോ ഡംബൽസ് അല്ലേ? യാ. ഇനി ഇതിൻ്റെ തന്നെ കഴിഞ്ഞ ആ വീഡിയോയിൽ വന്ന വൈറ്റിൻ്റെ ഒരു ബ്ലാക്ക് ഇതാണ് കേട്ടോ. വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഇത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. ഗോൾഡ് ഡംബൽസ് എന്നുള്ളൊരു ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡ് കിട്ടും, സുഖമായിട്ട് ഇടാം കേട്ടോ. ഡ്രോപ്സ് വേണമെങ്കിൽ ഡ്രോപ്സ് ഉണ്ട്. ഉണ്ട് ഡംബൽസിൻ്റെ ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ സ്റ്റക്കായിപ്പോയി, ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചതാ. പിന്നെ ഞാൻ പറഞ്ഞ റെയർ കളറിൻ്റെ ഒരു സാധനം ഇതാണ് കേട്ടോ. ശരിക്കും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ഇടണം എന്ന് ഓർത്തതാണ്, പക്ഷേ എനിക്ക് ഒക്കേഷനും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്കത് തരാമെന്ന് വിചാരിച്ചു. ഡാഡി കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഞാൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത്. കുഞ്ഞൊരു സ്റ്റഡ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് ഭയങ്കര വെറൈറ്റി കളേഴ്സ് ചൂസ് ചെയ്ത് നമ്മുടെ കോസ്റ്റ്യൂമുമായിട്ട് പെയർ ചെയ്യുന്ന കുറച്ച് പേരെ ഞാൻ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. കണ്ട നല്ലൊരു കളർ, ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം അല്ലേ? ഗാർണറ്റും അല്ല, ഒന്നുമില്ലാത്തൊരു കളർ, നല്ല കളറാണ്. പേര് മമ്മിക്ക് പറയാൻ പറ്റും, ഗാർണറ്റ്, നല്ല കളർ. പിന്നെ ടർക്കോയിസ്. പിന്നെ ഒരു അടിപൊളി സാധനം. ഇത് ഡിസ്കൗണ്ട് സെയിലൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾ രൊക്ക പൈസ എന്നാലും തരണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നൊരു സാധനമാണ് ഇത്. അതിൻ്റെ സ്റ്റഡ് നവരത്ന അല്ലേ? അടിപൊളി മാലയാണ് കേട്ടോ. സാരിയുടെ കൂടെ വേറെ ഒന്നും വേണ്ട. ഇത് പറഞ്ഞാൽ നല്ലൊരു ചുരിദാർ, ഒരു അനാർക്കലിയൊക്കെ ആണെങ്കിലും നല്ലപോലെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു കുഞ്ഞു ഡ്രോപ്സ് ഉണ്ട്. ഇത് വേണ്ട സ്റ്റഡ് ആണെങ്കിൽ നവരത്നത്തിൻ്റെ സ്റ്റഡ് വരുന്നുണ്ട് കേട്ടോ. ഇട്ട് കാണിക്കും. ഇതിലത്തെ ഈ കളറാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കളറാണ് കേട്ടോ നേരത്തെ കണ്ടത്. ഒരു വെറൈറ്റി കളറാണ്. ഇതിന് എന്തോ ഒരു പേരുണ്ട്, ഗാർണറ്റ് അല്ല, അല്ലാത്തൊരു കളർ പേരുണ്ട്. എനിക്ക് അങ്ങനെ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് റെയർ കളറാണ്, കുറേ പേര് ചോദിച്ചു വാങ്ങിച്ചൊരു കളറാണ്. രസമുള്ളത്, നല്ല അടിപൊളിയാണ്. സാരിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇടാം കേട്ടോ. അപ്പം അതിന് കമ്മൽ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട, സ്റ്റഡ് പോലെ മതി, നവരത്നത്തിൻ്റെ സ്റ്റഡ് മതിയെങ്കിൽ നമുക്കതും മാച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എൻക്വയറി വരുന്ന, ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു ഐറ്റമാണ് നവരത്നം മാല എന്ന് പറയുന്നത്. കേട്ടോ, 2 ലെയർ ഉണ്ട്, 1 ലെയർ ഉണ്ട്, 3 ലെയർ ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്.
ഇപ്പം മാല അല്ല കമ്മലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്ത് ഇത് വേറെ എൻ്റെ കമ്മല അപ്പം മോള് കാണിച്ചേക്കാം. ഇത് വേറെ ഷേപ്പ് വേറെ ഷേപ്പാ. നവരത്നേ ഉള്ളൂ. അതെ. അപ്പോൾ ഇത് നിലവിൽ ഇത് 2 സ്റ്റോക്ക് ഉണ്ട്. വേഗം ഓർഡർ ചെയ്താൽ വിതിൻ 2-3 ഡേയ്സ് നിങ്ങളുടെ വീട്ടിലെത്തും. ഞാൻ അന്വേഷിച്ച് നടക്കണ്ട. ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന ഡിലേയോ ഒന്നും വരില്ല. ഇതും ഞാൻ ഇടാത്തൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇടാത്തതെന്നല്ല, ഇടാൻ യോഗം കിട്ടാത്തൊരു സംഭവമാണ്. ഇടണം. ഡിമ്പിൾ ഇട്ടിട്ടുണ്ട്. അത് നവരത്നം ഓയിലല്ല, നവരത്നം. കുറേ എനിക്ക് വരെ വരുന്നൊരു സാധനമാണ് കേട്ടോ. പിന്നെ ലാവൻഡർ കളർ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് ഈ ബിസിനസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. മുമ്പ് ലാവൻഡർ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത്, പക്ഷേ ഇപ്പൊ ലാവൻഡറിലാണ് കുറേ പേര് ഡ്രസ്സുകൾ പോലും. നമ്മൾ ഇന്ന് പോയ കല്യാണവും ലാവൻഡർ തീമിലുള്ള കല്യാണമല്ല, മനസ്സമ്മതം ലാവൻഡർ തീമായിരുന്നു കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ് ലാവൻഡർ. അത് തന്നെ പറയാൻ വരായിരുന്നു, അതിന് മുമ്പ് സസ്പെൻസ് പൊളിച്ചു. കമ്മലുണ്ട്, പക്ഷെ ഇതാണ് ഇതിന്റെ സെറ്റ് ആയിട്ട് വരുന്ന സൂപ്പർ സെറ്റാ, അടിപൊളിയാണ് കേട്ടോ. കല്യാണ പെണ്ണുങ്ങൾക്ക് നല്ലതാ. കല്യാണ പെണ്ണല്ല, ഇപ്പൊ ഇന്നിപ്പോ ബെറ്റർ കിട്ടില്ല അതുപോലെയുള്ള. സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ഒരു നല്ലൊരു എലഗന്റ് ലുക്കുള്ള ഒരു സെറ്റാണ് കേട്ടോ. സ്റ്റേജ് മേൽക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇതിന്റെ തന്നെ സ്പ്ലിറ്റ് ബാംഗിൾ വരുന്നുണ്ട്, സിംഗിൾ ബാംഗിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ലാവൻഡർ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മാച്ച് ചെയ്ത് ഓർണമെന്റ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്ത് പേടിക്കണ്ട. ഇതിന് പറ്റുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലാവൻഡർ നെക്ലസ് കണ്ടില്ലേ. ഇനി ലാവൻഡർ എന്നത് ഇത് വേറൊരു നെക്ലസ് എന്നല്ല, അതിനൊരു കുഞ്ഞു ഡ്രോപ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത് വേണ്ട, സ്റ്റഡ് മതിയെങ്കിൽ സ്റ്റഡാക്കി നമുക്ക് എടുക്കാം. ഈ കളറിൽ ഭയങ്കര സെയിം വളയും വരുന്നുണ്ട്. ഈ ക്രിസ്റ്റലിൻ്റെ വള വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി പീസുകളാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് കോറലിൻ്റെ ഐറ്റം ഉണ്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഡബിൾ ലെയർ ആണ് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ ലെയർ ഉണ്ട്. 3 ലെയർ ഉണ്ടോ മമ്മി? 3 ലെയർ വേണമെങ്കിൽ. പിന്നെ ഫ്ലവർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഇതാണ് അടിപൊളിയായിട്ടില്ലേ. ഇതൊക്കെ ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു. ഇതിൻ്റെ തന്നെ വള സെയിം ആണ്. വളയുണ്ട്, സ്റ്റഡ് ഉണ്ട്. സ്റ്റഡ് 2 പാറ്റേണിലുണ്ട്. ഒറ്റ സ്റ്റഡ് ഉണ്ട്, ഒന്നിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു മണിയായിട്ടുള്ള വേറെ സ്റ്റഡ് ഉണ്ട്, 3 ഡ്രോപ്സ് ഉണ്ട്, അങ്ങനെയുണ്ട്. വലിയതൊക്കെ ഇടാൻ ഇഷ്ടമാണെന്നുള്ളവർക്ക് വേണം. നല്ല കളറാണത്. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കാണിക്കാം. അത് ഭയങ്കര സാധനമാണ്, ഭയങ്കര ഹെവി, നല്ല ഭംഗിയുള്ളതാ. കുറെ പോയിട്ടുണ്ട്, കുറെ പോയ ഒരു സംഭവം. ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ, ഇപ്പം റീസെന്റ് 1 വീക്ക് ഞാൻ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു, വില കൂടിയ സാധനം എടുക്കുമ്പോൾ നിങ്ങൾ നഷ്ടമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കൊരു ലൈഫ് ടൈം യൂസ് ആണ്. ഈ പറഞ്ഞ റീപ്ലേറ്റ് ഇത് ഉപയോഗിക്കാം. ചിലർക്ക് ഇത് പിന്നെ മാറുമ്പോൾ ഗോൾഡ് അല്ലായിരുന്നോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കും. ഇതിൻ്റെ ഒരു പ്ലേറ്റഡ് ഓർണമെന്റ്സിന്റെ ഒരു ഗുണം, നിങ്ങൾക്ക് ലൈഫ് ലോങ് റീപ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സ്വർണ്ണമായിരുന്നോ അല്ലയോ എന്നൊന്നും ആരും ചോദിക്കാൻ, കാണുന്നവർക്ക് അത് ഗോൾഡാന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഡിസ്കൗണ്ട് സെയിലുള്ള ഒരു മാലയാണ്. ഇത് ഒരു പാർട്ടി ഏറ്റവും അതായത് ലോ ബഡ്ജറ്റിൽ ഒരു നെക്ലസ് അല്ലെങ്കിൽ വെഡിങ്ങിനൊക്കെ പറ്റണ ഒരു ചോക്കർ പോലത്തെ ടൈപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്താണ്. ഇതിൽ ഒരൊറ്റ പീസ് ബാക്കിയായിട്ടോ. ഇത് കല്ലിന്റെ മാലകളുടെ അത്ര വില ഗോൾഡ് മാത്രമുള്ളപ്പോൾ ഉണ്ടാവില്ല കേട്ടോ, അതുകൂടി പറയാം. സ്റ്റോണിന്റെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു നെക്ലസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പ എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പണി നല്ല അപ്പ കിട്ടുന്നതായിരിക്കും. ഡാഡിയും ഇല്ല, ഡാഡി ഉറങ്ങാൻ പോയി. ഒരു ബോക്സ് കഴിഞ്ഞു കേട്ടോ. ഇനി റൂബിയുടെ നെക്ലസ്സുകൾ കാണിക്കാൻ മാത്രം. അതല്ല, അതിനു മുമ്പ് നമ്മുടെ കോറലിലെ വലിയ സംഭവം കാണിക്കാം കേട്ടോ. മമ്മി പറഞ്ഞ യമണ്ടൻ ആള് ഇതാണ്. ഭയങ്കര ഭംഗിയാട്ടത്. ഭയങ്കര എത്ര എണ്ണം പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം കുറച്ച് റേറ്റ് ഉള്ള, കുറച്ചെന്നല്ല, ഒരു ഹെവിയാണ്. അത് നിങ്ങൾക്ക് ആ സംഭവത്തിന്റെ പ്രൗഢി കാണുമ്പോൾ മനസ്സിലാവും ആണോ. ഇങ്ങനൊരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് പറയുന്ന പോലെ സിമ്പിൾസ് ആയിരിക്കും ഈ ഒരു മാലയുടെ. ഇതൊന്നും മാത്രം നമ്മളിപ്പോൾ അടുത്ത ഫസ്റ്റ് കസിൻസിന്റെ ഒക്കെ കല്യാണത്തിന് പോവാണ്, തിളങ്ങി പോണം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലൈഫ് ലോങ് യൂസ് ചെയ്യാം. ഓക്കെ, സ്വർണത്തിന് പവന് 60,000 രൂപയാണ് ആവാൻ പോണത്. അതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ. അല്ല, ആരെങ്കിലും ചോദിച്ചാൽ വേണമെങ്കിൽ മറിച്ച് കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു പ്ലെയിൻ സാരി എടുത്തിട്ട്
ഇത് ഇതും അപ്പം സാരിയുടെ കാശ് ഈ ഓർണമെന്റ്സുമേ മുടക്കുക. സത്യമായിട്ടും ഇത് നമ്മുടെ സ്റ്റോക്ക് എടുത്ത ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവിടെ ചോദിച്ചില്ല ഇതൊക്കെ ആരും എടുക്കുമോ, പക്ഷെ ഓർഡർ വന്ന് തുടങ്ങിയപ്പോൾ മനസ്സിലായി എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല എന്നെനിക്ക് മനസ്സിലായിട്ടോ. പിന്നെ കോറലിൽ ഇപ്പം നമ്മൾ കുറേ വലിയ വലിയ സംഭവങ്ങൾ കണ്ടു, എനിക്കിതൊന്നും ഇഷ്ടമില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതേ കുഞ്ഞ് കോറൽ, അതും എന്താ എലഗൻ്റാന്ന് നോക്കിക്കേ, അടിപൊളിയായിട്ടില്ലേ. ഇതേ കുട്ടി കമ്മലല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ആരും എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. ആണോ ഇത് ഈ പറഞ്ഞ ചുരിദാറിൻ്റെ ഒക്കെ കൂടെ കണ്ടപ്പോൾ എന്തിന്റെ കൂടെ കൂട്ടാ, ചുരിദാറിന്റെ കൂടെ ആയാലും പോകും, സാരിയുടെ കൂടെ സിമ്പിളായിട്ട്. കളറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ അത്. ഇതാണ് കോറലിന്റെ സെറ്റ്. ഇനി നമുക്ക് റൂബി വൈറ്റ് അല്ലെങ്കിൽ റൂബിയിൽ വരുന്ന, അയ്യോ അല്ല ഇനിയുണ്ട് കോറൽ, ഇനി ഒളിച്ചിരിക്കുന്നുണ്ട് ഉണ്ടാവും. റൂബി കോറലും പേളും, ഇത് കോറലും പേളും വരുന്നൊരു സെറ്റാണ് കേട്ടോ, കണ്ട. അതുപോലെ തന്നെ നെക്ലസ് ആയിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന് കിടന്നോളും. ഇതും ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ഒരെണ്ണം ഇട്ടാൽ നല്ല ഭംഗിയിലിരിക്കും. ഒരു എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പേള് കോറലൊക്കെ കുറച്ച് ഇതിന് ഡ്രോപ്സും ഉണ്ട്, സ്റ്റഡും ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ എല്ലാം സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ, എടുത്ത് വെക്കാം. പിന്നെ ഇത് തുറന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ മറ്റേ സിമ്പിൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഫോട്ടോ ഞാൻ പറ്റിയാൽ ഇൻസ്റ്റാഗ്രാമിലിടാം. ഇത് ഞാൻ കണ്ട വഴിക്ക് എടുത്തു വെച്ചൊരു നെക്ലസ് ആണ് കേട്ടോ. ഇടാനൊരു അവസരം കിട്ടിയത് ഇപ്പോഴാണ് എന്നേ ഉള്ളൂ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് കുഞ്ഞ് സ്റ്റഡാണ്. ഇതിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പോയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും പോയിട്ടുണ്ട്. ആണോ, അങ്ങനെ ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് മമ്മി പറയുന്നത്. ഇപ്പം എന്ത് ചോദിച്ചാലും ഞാൻ ഉണ്ടെന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള റൂബിയുടെ നെക്ലസ് ആണല്ലോ, ഹാർട്ട് ഷേപ്പിൽ. ഇതിൻ്റെ തന്നെ വളയിൻ്റെ കമ്മലുണ്ട്, എല്ലാം ഉണ്ട്. ഡോണ്ട് വറി. ഇത് വരണം. കുഞ്ഞി ലോക്കറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ. റൂബി ലോക്കറ്റ്, ലവിൻ്റെ ലോക്കറ്റ്സ് ഉണ്ട്, കമ്മലുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പീസാണ് കേട്ടോ. നോക്കിക്കേ നിങ്ങൾ, മറ്റേ ഡയമണ്ടിൻ്റെ കണ്ടത് അല്ലേ ഡിവൈനെ? യാ, ഇത് ഞങ്ങൾ സെയിം ഗോൾഡ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇതിൻ്റെ സെയിം ഗോൾഡ് നമ്മുടെ മാർക്കറ്റിലല്ല ജ്വല്ലറി ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. സെയിം ഡിസൈനാണ്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന കടയിലൊക്കെ ഇതിൻ്റെ വില 16,000, 17,000, 18,000 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് അത്ര വിലയൊന്നും ഇല്ലെങ്കിലും ഇതൊരു നല്ലൊരു പീസാണ് കേട്ടോ. അതിൻ്റെ സെയിം ഗോൾഡ് ഉണ്ട്. എനിക്ക് അത്രത്തോളം ബുദ്ധി പോയില്ല, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചേനെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഡ്രോപ്സ് വരുന്നുണ്ട്, അതിന് അത് തന്നെയാണ് കേട്ടോ ഭംഗി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടത് ആർക്കും വേണമെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രോപ്സ് ആണ്. ഇപ്പം കറക്റ്റ് ഡയമണ്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കും ഗോൾഡ് ഉണ്ട്. നമ്മൾ കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരെന്നെ വന്ന് ഓടിക്കും. അതിൻ്റെ തന്നെ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് ബാങ്കിൽ ഡയമണ്ടിൻ്റെ ഇട്ടാൽ KMI. ഇത് ഡിസ്കൗണ്ട് സെയിലിൽ ഉള്ള ഒരു മാലയാണ് കേട്ടോ, ലാസ്റ്റ് പീസാണിത്. ഹെവി ആയിട്ട് വരുന്ന ഇത് ശരിക്കും ഞാൻ ഐഡിയ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചോക്കറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മണികൾ ഇങ്ങനെ അതെങ്ങനെയാണ്, റെഡ് മന്ത്രകോടി കൊടുക്കുന്നവർക്ക് ഒരു ഫസ്റ്റ് നെക്ലസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം ഞാൻ ആദ്യം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനത്തെ മാല എടുക്കണം. നമ്മൾ കുറേ പാറ്റേണുകളൊക്കെ നോക്കുമല്ലോ. കണ്ടോ, അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഡിസ്കൗണ്ട് സെയിലുള്ള മാലയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്, നോക്കി വെച്ചോ. ഇത് ഡിസ്കൗണ്ട് സെയിലിൽ ഉള്ള മാലയാണ്. ഈ മനസ്സമ്മതത്തിനൊക്കെ കുട്ടികൾക്ക് എൻഗേജ്മെന്റിനൊക്കെ നമുക്ക് ഇടാം. പക്ഷെ കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടെന്നും തോന്നും, ബോക്സ് മാറും. ഇതിൻ്റെ പ്രശ്നം അതാണ്, എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ അമ്പട്ടം പണിയുണ്ട്. ഓടാ ഡാഡി ഉണ്ടായി, നമുക്ക് ഡാഡിനെ പണിയെടുപ്പിക്കാൻ. പിന്നെ ഞാൻ ഗ്രീൻ പറഞ്ഞില്ലേ, ആ ഗ്രീനിൻ്റെ തന്നെ റൂബിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറേ പോയിട്ടുള്ള ഐറ്റമാണ്. ഇതിൻ്റെ ഇയറിങ്സ് ആണ് കേട്ടോ, ഇത് കാണിക്കാതെ. ഇപ്പം ഇത് വേണ്ട, നിങ്ങൾക്ക് റൂബിയുടെ സ്റ്റഡ് മതിയെങ്കിൽ അതായിട്ട് നമുക്ക് ഇടാം. പിന്നെ ആ സെയിം പാറ്റേണിൽ റൂബി വൈറ്റും വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡ് കണ്ടോ, എല്ലാം ഒരെണ്ണം ഇനി ബാക്കിയുള്ളൂ. ബൾക്കായിട്ട് പോയൊരു ഐറ്റമാണ് കണ്ടോ, റൂബി ആൻഡ് റൂബി വൈറ്റ്. പിന്നെ ഗ്രീൻ
ഇങ്ങനെയുണ്ട്. അപ്പോൾ 3 ഇത് 3ഉം ഡിസ്കൗണ്ട് സെയിലിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഗ്രീൻ, റൂബി വൈറ്റ്, റൂബി, ഇതെല്ലാം ഡിസ്കൗണ്ട് സെയിലിലുള്ളതാണ്. അപ്പോൾ വേഗം വന്നാൽ സ്വന്തമാക്കാം. സിമ്പിളാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ നിങ്ങൾക്കത് ഭയങ്കര റേറ്റിലാണെന്ന് ചിലവർക്ക് വില കേൾക്കുമ്പോൾ ഇത്രയൊന്നും ചോദിക്കും. പക്ഷേ ഇതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ റേറ്റിലാണ് മാർക്കറ്റിൽ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നല്ലൊരു നെക്ലസ് ആണ് കേട്ടോ അത്. റൂബി വൈറ്റിൽ വരുന്ന ഗോൾഡിൻ്റെ. ഇതൊക്കെ നമ്മൾ ഈ മന്ത്രകോടി പട്ടുസാരികൾ അല്ലെങ്കിൽ നല്ലൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് അനാർക്കിലേക്ക് ഇട്ടിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. വെയ്റ്റ്ലെസ് ആണ്, ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ റൂബി വൈറ്റോ റൂബിയോ വൈറ്റ് കമ്മലോ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളിയാണ്. കല്യാണക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചു. നിങ്ങൾക്കായിരിക്കും ഇപ്പം ഭയങ്കര യൂസ്ഫുൾ ഈ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ പാവം ഒരു ഗോൾഡ് നെക്ലസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു എടുക്കുമ്പോൾ ഒരു 2 പവൻ്റെ വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള ഒരു ഇതാണ്. കുഞ്ഞ് സ്റ്റഡ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ അമ്മമാർക്ക് സ്റ്റോൺ ഒന്നും ഇടാൻ ഇഷ്ടമില്ല, എനിക്ക് ഗോൾഡ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാത്രം തിളങ്ങിയാൽ പോരല്ലോ, കല്യാണത്തിന് അമ്മമാരും തിളങ്ങണമല്ലോ. കേട്ടോ, നല്ല സിമ്പിളാണ്. ഇതും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു പീസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബിയുടെ ബോക്സും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചടച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതിൽ. അയ്യോ. പിന്നെ ഇനി അടുത്ത ബോക്സും കൂടെ എടുത്തിട്ട് ഞാൻ എല്ലാം കൂടെ ഒതുക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ബോറടിച്ചു. ഇനി വൈറ്റ് നെക്ലസിൻ്റെ ഒരു ശേഖരണം ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പച്ചസാരിയുടെ കൂടെ ഞാൻ ഇതിൻ്റെ സെയിം മാലയാണ് കേട്ടോ പെയർ ചെയ്തെടുത്തത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വൈറ്റ് നെക്ലസ് ആണ്. കുഞ്ഞു മാലയാണ്, കഴുത്തോട് ചേർന്നിരിക്കുന്ന ഒരു മാലയാണ്. പക്ഷെ അടിപൊളിയാണ്, ഒരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു മാലയാണ്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ അധികം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു മാലയാണ്. പിന്നെ അതെ നല്ലൊരു പൂമാലയുണ്ട്. പൂമാല സ്റ്റാർ അല്ലേ, സിമ്പിളായിട്ട് കഴുത്തിൽ കിടന്നോളും. ഇതിന് പറ്റിയ വൈറ്റ് സ്റ്റഡ് ഇടുക, കാര്യം കഴിയാം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? സിമ്പിളായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഹെവി ഇടുന്ന അത്ര ഇഷ്ടമില്ല. എനിക്ക് സിമ്പിളായിട്ടുള്ള നെക്ലസുകളാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ദേ ഇതും ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മാലയാണ്. കണ്ടോ, വളരെ സിമ്പിളാണ്, പക്ഷെ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു AD സ്റ്റോണാണ്. ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ AD സ്റ്റോൺ ആണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഇതൊക്കെ അല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കിയൊക്കെ AD ആണ്. ഇത് ഫോട്ടോ എടുത്തൊന്നും വിചാരിക്കണം നിങ്ങൾ. പിന്നെ ഇതിൻ്റെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആയിട്ട് ഈ സ്റ്റഡിൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ അടിപൊളി. എനിക്കിഷ്ടം അങ്ങനെയാണ്. ഇതാകുമ്പോൾ ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു സംഭവം സെറ്റാണ് കേട്ടോ. ഭയങ്കര മിനിമലാണ്. ഇട്ടതെന്ന് വെച്ചാൽ നല്ല പ്രൗഡിയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. ഒരു ഒറ്റ മാല മതി, കമ്മലായാലും നല്ലപോലെ കിടക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടണേ നമ്മൾ വട്ടക്കണ്ണി ഇട്ട് തരാം. എൻ്റെ ഉർവശി പോലത്തെ സംഭവങ്ങൾ വരുമ്പോഴാണ് കുറച്ച് അതിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഭയങ്കര കാശൊന്നും അല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതൊരു സെറ്റ്. ഇതൊക്കെ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള നെക്ലസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഇത് കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഒരു സ്റ്റാറാണ്. നേരത്തെ കണ്ടതിൻ്റെ വലുത് കണ്ടതിൻ്റെ കുറേ വലുതല്ല കേട്ടോ, ബിഗ് അല്ല. ഇങ്ങനൊരു ഡ്രോപ്സ് ആണ്. മുകളിലൊരു കുട്ടി സ്റ്റാർ വിത്തൗട്ട് സ്റ്റോണും താഴെ സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു. ഇനി സ്റ്റാറിൻ്റെ ഒറ്റയ്ക്കുള്ള സ്റ്റഡും ഉണ്ട് കേട്ടോ. ഭംഗിൻ്റെ ഡിവൈൻ ശരിക്കും അത്രയ്ക്ക് ഇപ്പോൾ ഒന്ന് ഇടണം, അപ്പോഴാണ് കാണാനായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ബോളമാല. ഇതിൽ തെറ്റി വന്ന് പെട്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ കാണിച്ച സ്ഥിതിക്ക് ആരെങ്കിലും എടുത്തിട്ട് പോവുകയാണെങ്കിൽ എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ സ്കൂളിൽ കോളേജിൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇടാൻ പറ്റിയ മാലയാണ്. തന്നെ വട്ടക്കണിയൊക്കെ ഇട്ട് ലെങ്ത് കൂട്ടാൻ പറ്റിയൊരു മാലയാണ്. നല്ലതാണ് കേട്ടോ. ഇതും അത് മാറ്റി വെച്ചോ മോളെ, അത് തെറ്റി വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റാണ്. അത് തന്നെ വൈറ്റും ഗോൾഡായിട്ടുള്ള. പിന്നെ ഒരു മാലയാണ്.
കുറേ പേര് ചോദിച്ചൊരു സംഭവമാണ് ഇത്. നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് തന്നെ കുറേ കേട്ട് കാണും, മധുരിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അവിടെ ഇതിൻ്റെ സെയിം ഗോൾഡ് ഉണ്ട് കേട്ടോ, ഗോൾഡ് സെയിം മാലയുണ്ട്. നിങ്ങൾക്ക് അവരുടെ റീൽസൊക്കെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കാണിക്കാം മമ്മി. ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു 5-6 നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ വേറെ ഇതുപോലെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് കൊടുക്കുന്ന കടയിലൊക്കെ ഭയങ്കര വിലയിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ശരിക്കും ഗൗണിൻ്റെ ഒക്കെ കൂടെ ഭംഗിയിലിടാം കേട്ടോ. കല്യാണമുള്ള കുട്ടികളോട് ഞാൻ സ്പെഷ്യലായിട്ട് പറയാണ്, കല്യാണത്തിനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിന്നീട് വിരുന്ന് വർഷങ്ങളോളം നിങ്ങൾക്ക് ഞാൻ ആകെ കുട്ടികളോട് പറയാൻ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗോൾഡ് അല്ല അല്ലെങ്കിൽ വേറൊരാളുടെ ചോദ്യമൊന്നും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. ഇത് നമ്മൾ എന്നും കഴുത്തലിട്ട് ഇങ്ങനെ നടക്കത്തൊന്നുമില്ല, ആവശ്യത്തിന് ഒക്കേഷനിൽ ഇടുന്ന ഒരു സംഭവമാണല്ലോ. ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം വാങ്ങിച്ചത്. ഇതാണ് ഞാൻ കല്യാണത്തിന് ഇട്ട മാല, സെപ്റ്റംബറിലെ നമ്മുടെ കല്യാണത്തിന് ഇട്ട മാല ഇതാണ്. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് അന്ന് കുറേ പേര് ചോദിച്ചെങ്കിലും അന്നില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. ഇതിപ്പം പിന്നെയും തിരിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ കാണിച്ച മാല സ്റ്റിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഇതിപ്പോഴും അവൈലബിൾ ആണ്, വേഗം ഓർഡർ ചെയ്ത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരെണ്ണം ബാക്കിയുണ്ട്. ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ഇന്ന് കണ്ട് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്താൽ ഒരു ബുധനാഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സാധനം എത്തും കണ്ടോ. പിന്നെ ഞാൻ മുമ്പേ കാണിച്ചില്ല എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ആ ടൈപ്പിൽ വരുന്ന തന്നെ വേറൊരു കുഞ്ഞ് നെക്ലസ് ആണ് കേട്ടോ. അത് ഇതിന് സ്റ്റഡ് വരുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്തെടുക്കാവുന്നതാണ്. അത് കുഞ്ഞു മാല കേട്ടോ, ഭയങ്കര ഗ്രാൻഡ് ലുക്ക് തരുന്ന, സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയൊരു മാലയാണ്. ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, ലെങ്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. നിങ്ങൾ പറയുന്ന പോലെ നമ്മളത് ചെയ്തു തരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം അതങ്ങനെയായി. പിന്നെ നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കയ്യിൽ ഉള്ളതും ഇപ്പോഴും ഒരു ഞാൻ പാക്ക് ചെയ്ത് വരണം. റൂബി ഞാനും കൊടുത്തിട്ടുണ്ട് കുറേ. ഇന്നിപ്പത് പാക്ക് ചെയ്തുള്ളൂ, അതുകൊണ്ട് കാണിക്കേണ്ട ഞാൻ കേടാ. നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പം 2 എണ്ണം ഉണ്ട്. ഇതൊക്കെ കൂടുതൽ നമ്മുടെ പിള്ളേർ കല്യാണത്തിനിടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഷീലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇടാം. പറഞ്ഞാൽ ഇപ്പൊ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ പാക്ക് ചെയ്ത് വെക്കും. ഡംബൽസ്, കമ്മല്, ഞാത്തി, മോതിരം, ഇതൊക്കെ ഉണ്ട്. മമ്മി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു മാല നമ്മുടെ ഒരു ലാസ്റ്റ് പീസായിട്ട് ഇരിക്കുന്നൊരു മാലയാണ്. സോ ഇത് ഡിസ്കൗണ്ട് സെയിലിൽ വരുന്നൊരു മാലയാണ് കേട്ടോ. ഒറ്റക്കല്ലേ. ഇത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ 2-3 സെറ്റ് കൊണ്ടുപോയത് ഒരുപോലെ ഇടാനായിട്ട് അതിലത്തെ ബാക്കിയാണ്. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ പിള്ളേർക്ക് ഒരുപോലെ ഇടണം, ഡ്രസ്സ് അടക്കം അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഓർഡർ ചെയ്തിരുന്നവർക്ക് നമ്മളിത് ചെയ്തു കൊടുക്കും കേട്ടോ. ഇതും ലാസ്റ്റ് പീസായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതും ഡിസ്കൗണ്ട് സെയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. വൈറ്റ് സ്റ്റോൺ ആണ്. ഡിസ്കൗണ്ട് സെയിൽ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ കൊള്ളാത്ത സാധനമാണെന്ന് വിചാരിക്കേണ്ട, ലാസ്റ്റ് പീസായിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മളത് ഡിസ്കൗണ്ട് സെയിലിൽ വെച്ചാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തുണി വരുമ്പോൾ കെട്ടുപഴക്കം ഉണ്ടാവും. ഇതിന് ഈ ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്സ് പറയണ പോലെ ഇതിന് പഴക്കം വരില്ല. ഓരോ പ്രാവശ്യവും പ്ലേറ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ് ചെയ്യും തോറും അത് കുറച്ചുകൂടി ഇതാവും. പിന്നെ ഈ ഒരു സിമ്പിൾ സൂര്യൻ്റെ പോലെ കണ്ട നല്ലൊരു ഇതും ഡിസ്കൗണ്ട് സെയിലുള്ള മാലയാണ് കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഈസി ആവും. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകട്ടോ. അയ്യോ ഇതുണ്ടോ ഈ ഒരു മാലയ്ക്ക് ഇപ്പോഴും ചോദ്യം. എനിക്ക് ഒരെണ്ണമുണ്ട്, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോട്ടോയും വെച്ചൊരു കൊളാഷ് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുന്നത്. ഇപ്പോൾ കുറച്ച് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരെണ്ണം ബാക്കിയുണ്ട്. നല്ല ഭംഗിയത് കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം അറിയില്ല. ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാ മാലയാണ്. ഒരെണ്ണ ബാക്കിയുള്ളൂ. ഇനി ചോദിച്ചാൽ ഇല്ല. സത്യം പറയാമല്ലോ, ഇത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട വഴിക്ക് ഞാനൊരു 4-5 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബാക്കി വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോവാറില്ലല്ലോ. പുതിയ പുതിയ സാധനങ്ങൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധയിൽ പെടാറില്ല. ഭയങ്കര ഭംഗിയത്.
എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആ ഫോട്ടോ ഇട്ടോളൂ എന്നാല് ശരിക്കും മനസ്സിലാവുള്ളത്. അടിപൊളി ഒരു മാലയാണ്. ഗോൾഡൊക്കെ തോറ്റു പോണ രീതിയിലുള്ള മാലയാണ്. ഞാൻ ക്യാൻവാസിലാണെന്ന് വിചാരിക്കണം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു മാലയാണ്. അപ്പോൾ ഭാഗ്യമുള്ള ആരാന്ന് വെച്ചാൽ ഇത് വീട്ടിൽ കൊണ്ടുപോക്കോളൂ. ഞങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ കേട്ടോ. ഇനി ഇത് നമ്മുടെ വൈറ്റ് ഗോൾഡിൽ അതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടാവോ? അയ്യോ എനിക്കറിയില്ല കേട്ടോ. ആണ് ഇത് നമ്മുടെ പല രീതിയിൽ പല ചെയിൻസിൽ അവൈലബിൾ ആണേ. കണ്ട ഇതിപ്പം ഇത് ഇങ്ങനെ പോണ ചെയ്യും, ഇതിങ്ങനെ പോണ ചെയ്യും. അതിൻ്റെ പ്രത്യേകത കൂടി പറഞ്ഞു കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഗോൾഡും ഇത് മിക്സാണ്. പക്ഷേ റീപ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗോൾഡായിട്ട് വരും. അപ്പം നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ടിട്ട് പൂതി മതിയാകുമ്പോൾ നിങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഫുൾ ഗോൾഡായിട്ട് കാലങ്ങളോളം വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇതിനകത്ത് തന്നെ ഇടട്ടെ? അതെ, അങ്ങനെ ഇട്ടോ മോള്. പെട്ടെന്ന് കളർ പോവില്ല കേട്ടോ. ഞാനത് ഒരെണ്ണം കാണിക്കാൻ വേണ്ടി അങ്ങനെ പ്ലേറ്റ് ചെയ്തത് ഇട്ടതാണ്. അതാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഞാനും വിചാരിച്ചു ഇങ്ങനെ തെറ്റിയിട്ട് ഒരെണ്ണം അങ്ങോട്ട് വന്നേന്ന്. കാരണം ചിലർ ചോദിക്കും ഇത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ 3 കളറല്ലേ അതിനത്? 1 2 3. ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, കോപ്പർ. ഇത് നമ്മുടെ ജെൻസും ലേഡീസിനും. ഇത് ലേഡീസ് കണ്ടമാനം കൊണ്ടുപോയിട്ട് ലോക്കറ്റ് ഇങ്ങനെ ഇട്ടിട്ട്. ഇതും കുഞ്ഞു ലോക്കറ്റ് വെറുതെ പേരിന് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ജെൻസിന് കൂടുതൽ ഇഷ്ടമാണ്. ഇതിന് സെയിം സാധനം കോനിക്കരിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ആക്ച്വലി ഡോൺചാൻ ഒരു കഴിഞ്ഞ കൊല്ലത്തെ മുമ്പത്തെ കൊല്ലത്തെ ബർത്ത്ഡേക്ക് വാങ്ങിക്കാനിരുന്നൊരു സംഭവമാണ്. പിന്നെ ഇതൊക്കെ വൈറ്റ് ഗോൾഡിൻ്റെ സാധനങ്ങളാണല്ലോ. എനിക്ക് തോന്നുന്നു ബോക്സ് ഇതിലേക്ക് വെച്ചിട്ടുണ്ടോ? എന്തായാലും ഇതാണ് തുറന്ന നിലയ്ക്ക് അതും കൂടി കാണിച്ചോ. പോവാണെങ്കിൽ പൊക്കോ. അതെ, ഇതിന്റെ കളക്ഷൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് വൈറ്റ് ഗോൾഡ് ഇഷ്ടം ഡിവൈൻ അടുത്ത ആഴ്ചയിൽ വൈറ്റ് ഗോൾഡിന്റെ സെക്ഷൻ ഫുള്ള് വളകളും മാലകളും കമ്മല് ബ്രേസ്ലെറ്റ് കണ്ടമാനുണ്ട്. പക്ഷെ അത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ ആഴ്ച നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. കാരണം നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം വേണം. നിങ്ങൾ ഇത് മാത്രം എന്നോട് ചോദിക്കൂ. വൈറ്റ് ഗോൾഡ് അടുത്ത ആഴ്ചയിൽ കാണിക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ ഈ ആഴ്ചത്തെ എൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻസ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരാഴ്ചയോടെ ഞാനൊന്ന് നിർത്തിപ്പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻക്വയറിയും കാര്യങ്ങളും വന്നപ്പോൾ അതെനിക്ക് ഒരു മോട്ടിവേഷൻ പോലെയായി. അതിന് കാരണവും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തോന്നി ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനത്തെ ഒരു വീഡിയോ. അതെന്താ ഓർണമെന്റ്സിന്റെ വീഡിയോ ഇടാത്തതെന്ന് കൂടി പറയേ. ഓർണമെന്റ്സിന്റെ വീഡിയോ അല്ലെങ്കിൽ സാരിയുടെ കണ്ട വ്യൂസ് കുറവാ. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇവരിടില്ല. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു കൊടുത്തു, വ്യൂസ് കുറഞ്ഞോട്ടെ, കസ്റ്റമേഴ്സ് കൂടട്ടെ. അല്ലാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നു. ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. അതെ, ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ വർഷം മൊത്തം കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ മാറി മാറി ഇടാം. സാരിയുടെ ഞാൻ അങ്ങോട്ട് ലൈവ് ആയിട്ടില്ല. കുറച്ച് പേര് എനിക്ക് ഈ 2 ദിവസങ്ങളിലായിട്ട് മെസ്സേജ് അയച്ചു, എന്താ സാരിയുടെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്ത. ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് സ്റ്റോറിയും സ്റ്റാറ്റസും ഇട്ടതാണ്. എനിക്ക് ഭയങ്കര ഒരു എൻക്വയറി ഉണ്ടായിരുന്നൊരു സംഭവമാണ് സാരി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പുതിയത് അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എനിക്കൊരു സമയത്തിന്റെ ഒരു പ്രശ്നം നല്ല രീതിക്ക്. അടുത്ത ആഴ്ച കൂടി ഉണ്ട് കല്യാണം, അതും കൂടി കഴിഞ്ഞാൽ ഫ്രീ ആവും. പക്ഷെ ഞാൻ അപ്പോഴേക്കും പെരുന്നാൾ വരും. കുറച്ചുകൂടെ ലൈവായി ഞാൻ. എനിക്കൊരു സ്പിരിറ്റ് പിന്നെ വന്നിട്ടുണ്ട്, വീഡിയോ ഇടണം എന്നുള്ളൊരു സ്പിരിറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ മടി, അല്ലെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഉറക്കം വരും. ഇപ്പം ഞാനിത് എടുക്കുമ്പോൾ ഒരു 2 മിനിറ്റ് മമ്മി എന്തെങ്കിലും പറയാനിരുന്ന ഞാൻ ഇങ്ങനെ ഇരിക്കും. മോറോവർ എന്ന പരിപാടിക്ക് പോയിട്ട് വന്നതിൻ്റെ നല്ല ഹാങ് ഓവർ ഉണ്ട്. അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്നോണ്ട് ഉറങ്ങിയിരുന്ന എനിക്ക് അത്ര ഒരു ഇത് വരില്ലായിരുന്നു. തോനെ പിടിച്ചിരുത്തിയോണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പതിവ് പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് സ്ക്രീൻഷോട്ട് അടക്കം അയക്കുക. അതാണ് എനിക്ക് ഒന്നും കൂടെ ഈസി. അല്ലെങ്കിൽ ഇന്ന മിനിറ്റിൽ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അല്ലെങ്കിൽ വീഡിയോയിൽ ആ പറഞ്ഞ വേർഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം കാണുമ്പോൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, അയക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പറ്റിയാൽ ലൈവ് ആയി കഴിഞ്ഞതിന് ശേഷം ഓർത്താൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് വേഗം ഓർഡർ ചെയ്തോളൂ. നമുക്ക് അടുത്ത ആഴ്ച ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.